എടാ, നിന്നെ പോലെയുള്ള തെമ്മാടികളെ ഫ്രോഡുകളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. 5 ചില്ലിക്കാശിന് വേണ്ടി കൊല ചെയ്യാൻ മടിക്കാത്ത മൃഗങ്ങൾ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കരുതിയിരിക്കുന്നത്. Now you get lost. വേണ്ട വേണ്ട, ഏമാൻ അവിടെ തന്നെ ഇരുന്നാ മതി. അടിയൻ അങ്ങോട്ട് വരാം. സാറിനെ ഒന്നുകൂടെ ഒന്ന് കാണാന്ന് കരുതി വന്നതാ. പുറത്തു നിൽക്കുന്ന ആ കാക്കിക്കാരൻ മോശകോടൻ അവൻ കടത്തിവിട്ടില്ല. പിന്നെ എങ്ങനെ വന്നു എന്നായിരിക്കും. എന്താ ഒരു മതില്, സെൻട്രൽ ജയില് പോലല്ലേ കെട്ടിവെച്ചിരിക്കുന്ന. ഒരല്പം ബുദ്ധിമുട്ടി. അതെ, ഒരു സംശയം. ഇവിടെ കള്ളനോട്ടടി വല്ലതും ഉണ്ടോ സാറിന്? ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? അതോ ഓർമ്മ വരണേ 3 എണ്ണം അണ്ണാക്കിലോട്ട് തള്ളണോ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. കുറെ കാശും ജയില് പോലത്തെ ഒരു വീടും ഉണ്ടെന്ന് കരുതി എന്തഹങ്കാരം കാണിക്കാമെന്ന് വിചാരിക്കരുത്. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ആരാ നമ്മുടെ ഈ 2 കാലും തല്ലി ഓടിച്ചത്? കയ്യിലൊരു പതാണല്ലോ. എന്നെ പോലത്തെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടത്രേ. ശരിയാ, പഠിപ്പും തൊഴിലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇവിടെ. പക്ഷെ അവരൊക്കെ കൊള്ളയടിക്കാനും കൊല്ലാനും നടക്കല്ല. വീടും കൊട്ടാരവും ഇല്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്കുണ്ട് മാനവും അന്തസ്സും ഒക്കെ. ഇന്നലെ തോക്കെടുത്ത് മാനത്തെ കുണ്ടവിട്ട് എന്നെ പേടിപ്പിച്ചില്ലേ? ആണാണെങ്കി ഇപ്പൊ വെക്കടാ വെടി. വെക്കടാ. എന്ത് വെക്കണ്ടേ? കൈ പൊങ്ങുന്നില്ലല്ലേ? ഇത് അധ്വാനിക്കുന്ന ശരീര. അന്തസ്സുള്ള എന്ത് ജോലിയും ചെയ്യും. അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും എന്റെ ശീലമല്ല. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരിക്കുകയായിരുന്നു തിരിച്ചു വന്നൊന്ന് കാണാൻ. ജീവിച്ചിരുന്നേ എന്റെ അച്ഛനും ഈ പ്രായമായിരുന്നേനെ. അങ്ങനെ ഒരാളോട് ദേ, അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. ഗുഡ് നൈറ്റ്. കൊള്ളാല്ല. ഇതിനിടയ്ക്ക് ആളെപ്പ റെഡിയാക്കി. ഞാൻ തയ്യാർ. നിങ്ങളോ? ഇപ്പൊ പിടികിട്ടി. എന്നെ പോലെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടവരാണല്ലേ. ഞാൻ ഇപ്പൊ ഒരു ഗുളിക കൊടുത്തിട്ട് പോന്നേ ഉള്ളൂ. സാരമില്ല, കൊടുത്തോ. പിന്നെ അയാളുടെ കയ്യിൽ ഒരു പൊട്ട തോക്കുണ്ട്, സൂക്ഷിച്ചോ. ആഹാ, കൈപ്രയോഗം ഉണ്ടല്ലേ. കൊടുത്തോ കൊടുത്തോ. അങ്ങനെ തന്നെ. നമ്മൾ തല്ലുമ്പോ ഒരാളുടെ പ്രായം കൂടി കണക്കിലെടുക്കണം. വലിയ വലിയ ഇടിയല്ല, നല്ല കുഞ്ഞു കുഞ്ഞു ഇടിയായിട്ട് ഇടിക്ക്. ആള് വടിയായ തൂങ്ങും. ഇതാണ് പറയുന്നത്, നാക്കിന് സൈലൻസർ പിടിപ്പിക്കണം.
അവന്മാരോട് ചോദിച്ചു വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതൊരു ഗുണപാഠമായിരിക്കണം. ഇനി ആരെയും വേദനിപ്പിക്കരുത്. ഗുഡ് നൈറ്റ്. ഒന്നിന്നേ ഇവിടെ വന്നു പോയിട്ട് ഒരാൾ തിരിച്ചു വരുന്നത് ആദ്യമായിട്ടാ. സ്വന്തം അഭിമാനത്തിന് മുറിവേറ്റപ്പോൾ നീ ചോദിക്കാൻ വന്നു. നിന്നൂടെ നിനക്കെന്റെ വലം കൈയായിട്ട്. ആ, എന്നിട്ട് വേണം വലം കൈയുടെ ആദ്യത്തെ ജോലി അലമാരയെന്ന് ഗ്ലാസും പച്ചക്കുപ്പി എടുക്കുക. കുടിച്ച് ഫിറ്റാവുമ്പോ ആകാശത്തേക്ക് തോക്കെടുത്ത് ഉണ്ട വിട്ട് ഇറങ്ങി പോടാന്നൊക്കെ പറയുക. വേറെ ആളെ നോക്കിയാ മതി മാഷേ, നമ്മളെ വിട്ടേക്ക്. നോക്ക്, ഞാൻ എന്റെ ഉള്ളു തൊട്ട് പറയുക, നിന്നെപ്പോലെ സിൻസിയർ ആയിട്ടുള്ള ഒരാളെയാ ഞാൻ തേടിക്കൊണ്ടിരുന്നത്. ഓ, നിന്റെ ഒരു വാക്കാണ് എനിക്ക് വേണ്ടത്. യെസ് ഓർ നോ. യെസ്. വേഷം ഇത് പോരാ, മാറണം. ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ അത്ര വെയിറ്റ് ഇല്ലല്ലോ ഇത്. ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് ചോന്നോണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്ത് പലാക്ഷൻ. യാത് തന്റെയുടെ എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്ത് പലാക്ഷൻ വൈകുണ്ഠത്തിലെത്തിയടാ. ഞാൻ ഉൽപ്പലാക്ഷനാണ്, എന്നെ അകത്തേക്ക് കയറ്റി വിടാം. സത്യം പറ, സാറ് രണ്ടുപേരല്ലേ? ഇനി ഇടിക്കരുത് സാർ. ഇനി എന്നെ ഇടിച്ച് എന്റെ മുഖകാന്തി മാറ്റുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണനെ ഒന്ന് വിളിക്കണം പ്ലീസ് സാർ. ഇല്ലെങ്കിൽ അവന് പോലും എന്നെ മനസ്സിലായില്ലെന്ന് വരും. അതെ, 10-250 കിലോമീറ്റർ ബസ്സിന് സീറ്റ് കിട്ടാതെ ഒറ്റക്കാലിൽ നിന്ന് വന്നവനാണ് ഞാൻ. ഉണ്ണികൃഷ്ണ, ഞാൻ വന്നടാ, ഇറങ്ങി വാടാ. ഇനി ആ കുന്ത്രാണ്ട താൻ തന്നെ കൈ വെച്ചോണ്ടാ മതി. എന്ത് നിസ്സാര കാര്യം ഉണ്ടെങ്കിലും അപ്പ വിളിച്ചോളൂ ആ സെക്യൂരിറ്റി. ഞാൻ വരട്ടേടോ. ഓക്കെ. ഇരിക്കടോ. എന്താ തന്റെ മുഖത്തൊരു വല്ലായ്മ? അതല്ല സാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? നമുക്കിവിടെ ഒരു സഹായിയുടെ കൂടെ കുറവില്ലേന്ന്. എന്തിന്? എനിക്കൊരു ചങ്ങാതിയുണ്ട്, പാവ, നല്ലവനാ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവനെയും കൂടെ ഇങ്ങോട്ട്. നോ, ഒൺലി യു ആൻഡ് മീ. നമുക്കിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. മനസ്സിലായോ? എന്തോന്ന്? യു മീനും കഴുത്തിന്ന് വിട്. വണ്ടിയെല്ലാം തലതിരിഞ്ഞ് പോണ്. അവനെ വിടാൻ. യവൻ മഹാ കള്ളനാ സാറേ. യവൻ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അകത്തേക്ക് വരാൻ ശ്രമിച്ചു. യവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. പോ. ഈ സ്വീകരണമെല്ലാം നീ നീ ഏർപ്പാടാക്കി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസമാണല്ലേ? കൊട്ടാരം കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. എടാ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴി കുത്തി എന്നെ അവിടെ ഇട്ട് മൂടണം. എടാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമ തിയേറ്റർ ഉണ്ടല്ലേ? ദേ ബെല്ലടി കെട്ടി. എടാ, അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് അകത്ത് വിശ്രമിക്കാം. നീ പോടാ. എടാ, നീ എടുത്തു ചാടി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ തൽക്കാലം ഈ കർട്ടന്റെ പിന്നിൽ ഒളിക്ക്. മറച്ചോ, മറച്ചോ. അത് ഞാൻ തരില്ല. വെട്ടിയെടുത്ത് കളയരുത്. അതിനകത്ത് വിലപിടിപ്പുള്ള ജാട്ടിയിരിക്കുകയാണ്. ഇവിടെ വരുന്നോണ്ട് ഞാൻ 10 രൂപയ്ക്ക് 4 വാങ്ങിച്ചതാ. കൃഷ്ണ, ദാ വരുന്നു. നീ ഇത് എവിടെയായിരുന്നു കൃഷ്ണ? അല്ല, അത് വീട്ടിനകത്തോട്ടൊരു ചാവാലിപ്പട്ടി കയറാൻ നോക്കിയിട്ട് ഞാൻ അടിച്ചോടിക്കായിരുന്നു. ചാവാലിപ്പട്ടി നിന്റെ അമ്മായിയുടെ. നീ ഈ ബട്ടൺസ് ഒന്നിട്ടേ. എടാ, മുളഞ്ഞു നിൽക്കാൻ. എന്താ ഒരു ശബ്ദം? കൃഷ്ണ, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ആരുമില്ല. എല്ലാ പുല്ലും തട്ടി
അല്ലേ ഞാൻ ചോദിക്കാം ആരാ അവിടെ? ഇവിടെ ആരുമില്ലെന്ന് പറയടാ. കൃഷ്ണ നീ മാറിക്ക്. ആരടാ? ആരാന്നാ ചോദിച്ചത്? തോക്ക് ഇതാക്കി മാറിക്ക്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. അയ്യോ, ബെസ്റ്റ്. അയ്യോ. സോറി സാർ. കൃഷ്ണ നീ മാറിക്ക്. കൊല്ലരുത് സാർ. കൃഷ്ണ നീ മാറിക്ക്. ആരാ ഇത്? സാർ വേണ്ട. കൃഷ്ണ മാറിക്ക്. കൃഷ്ണ വേണ്ട സാർ വേണ്ട. എടാ ദുഷ്ട, നീയായിരുന്നോ? എടാ സാറിന്റെ നഖം വെട്ടാനും ഷേവ് ചെയ്യാനും ഷേവ് ചെയ്യാൻ തരിച്ച് ചെയ്തോളാം. അല്ല തലമുടി വെട്ടാനും ഒരുത്തം വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരി തന്നെ. പക്ഷെ അതിന്റെ പേരിൽ ഇതിനകത്ത് കയറി നാശനഷ്ടം വരുത്തി വെച്ചാലുണ്ടല്ലോ. എടാ കൃഷ്ണ, എടാന്നു അടിച്ചടിച്ച് നിന്നെ കൊണ്ടുവിടും. കൃഷ്ണ മതി. എടോ തന്നെ ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. അപ്പൊ കത്തിയോ എന്നാന്നാ വെച്ചപ്പാ. താനിപ്പോ ഒന്ന് ഒഴിവായാ മതി. പോടോ. അല്ല, അങ്ങനെ അവനെ വിട്ടാൻ പറ്റത്തില്ല സാർ. ഇവൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ പുറത്ത് തൂമ്പാപ്പണി എടുത്തിട്ട്. എന്റെ പൊന്നു കൃഷ്ണ, ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. ഇവന്റെ ലക്ഷണം കണ്ടാൽ തന്നെ അറിയാൻ പാടില്ല. നീ ഒന്ന് ഒഴിവായിത്താടാ. പോടാ. ഒന്ന് ഇറങ്ങി പോടാ ക്ണാപ്പാ. എന്റെ കൃഷ്ണ. അല്ല സാർ, ഓരോ മാരണങ്ങൾ വന്ന് കേറുന്നതേ.